നമസ്കാരം, ഞാൻ ഡോക്ടർ സാദിഖ് എം.എച്ച്, കിംസൽ ട്രിവാൻഡ്രം പീഡിയാട്രിക് വിഭാഗത്തിന്റെ കോർഡിനേറ്ററാണ്. കിംസൽ ട്രിവാൻഡ്രത്തിൽ 20-ൽ പരം സീനിയർ പീഡിയാട്രിക് കൺസൾട്ടൻസിന്റെ നേതൃത്വത്തിൽ 18ഓളം സ്പെഷ്യാലിറ്റികളിലായി കുട്ടികളുടെ ദൈനംദിന രോഗ അവസ്ഥകളും അതിസങ്കീർണമായ അസുഖങ്ങളും ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ്. കുട്ടികളുടെ അത്യാഹിത വിഭാഗം, പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ട്രോമ കെയർ യൂണിറ്റ്, കുട്ടികളുടെ വാക്സിനേഷൻ വിഭാഗം, കുട്ടികളുടെ OP വിഭാഗം, പീഡിയാട്രിക് വാർഡ്, പീഡിയാട്രിക് സർജറി വിഭാഗം, മറ്റ് സ്പെഷ്യാലിറ്റികൾ എല്ലാം സീനിയർ ഡോക്ടേഴ്സിന്റെ സേവനം 24 മണിക്കൂറും ലഭ്യമാണ്. ഇനി നമുക്ക് കിംസൽ ട്രിവാൻഡ്രത്തിലെ പീഡിയാട്രിക് സബ് സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരെ പരിചയപ്പെടാം. This is our pediatric respiratory care unit. So at pediatric respiratory care unit, we treat the children having chronic respiratory conditions like asthma, allergic rhinitis, food allergy. You know, nowadays children are having a lot of wheezing, breathing difficulties, sneezing off and on. And we do treat them here. We do have all the advanced facilities like patient education. We educate all the parents regarding inhalation therapy. We do have technology like spirometry, forced oscillation technique, and we have nebulization facility to treat the acute attacks of asthma. So if you know any of your children suffering from wheezing, allergic rhinitis, sneezing, this is a perfect place for comprehensive management of all these disorders. കിംസ് ട്രിവാൻഡ്രത്തിൽ പീഡിയാട്രിക് നെഫ്രോളജി സർവീസസ് ഫുൾ ടൈം അവൈലബിൾ ആണ്. നമ്മൾ കുട്ടികളിൽ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് നമ്മൾ നോക്കുന്നത്. മോസ്റ്റ് ഓഫൻ കുട്ടികളിൽ വരുന്ന കിഡ്നി ഡിസോർഡേഴ്സ് എന്താണെന്ന് വെച്ചാൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ സംടൈംസ് കിഡ്നിയുടെ വേറെ ഇൻഫെക്ഷൻസ്, സ്റ്റോണിന്റെ അസുഖങ്ങൾ വരാം. ചില സമയത്ത് കുട്ടികൾക്ക് ഡയാലിസിസിന്റെ ആവശ്യം വരാറുണ്ട്. ഇങ്ങനത്തുള്ള അസുഖങ്ങളെല്ലാം നമ്മൾ ചികിത്സിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല, കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള ഡയാലിസിസ് ഇൻക്ലൂഡിംഗ് പെരിറ്റോണിയൽ ഡയാലിസിസ്, ഹീമോഡയാലിസിസ് എല്ലാം ഇവിടെ ചെയ്യുന്നതായിരിക്കും. Pediatric critical care ഇത് ഒരു ഗ്രോയിങ് സ്പെഷ്യാലിറ്റി ആണ് ഇൻ പീഡിയാട്രിക്സ്. സോ വി ഹാവ് ഫുൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡിയാട്രിക് ക്രിട്ടിക്കൽ കെയർ. നമ്മുടെ ഫുൾ ടീം ഉണ്ട്, ഡോക്ടേഴ്സ്, ഹൗസസ്, നഴ്സസ്. അപ്പൊ നമ്മൾ ക്രിട്ടിക്കൽ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും സിക്കസ്റ്റ് പേഷ്യന്റ് ആണ് മാനേജ് ചെയ്യുന്നത്. സിക്ക് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ കുറവായിരിക്കാം, ബ്ലഡ് പ്രഷർ കുറവായിരിക്കാം. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഇവിടെ ഓക്സിജൻ സപ്പോർട്ട് ഇരുന്ന് നോൺ ഇൻവേസീവ് വെന്റിലേറ്ററി സപ്പോർട്ട് ഇതൊക്കെ കൊടുക്കാൻ പറ്റും. അത് മാത്രമല്ല അതർ ഓർഗൻ സപ്പോർട്ട്സ് എന്ന് പറയാം. അതർ ഓർഗൻ സപ്പോർട്ട്സ് പറയുമ്പോൾ ഡയാലിസിസ്, പ്ലാസ്മ എക്സ്ചേഞ്ച്, ഈവൻ എക്മോ സപ്പോർട്ട്, കാർഡിയാക് പൾമണറി ഫെയിലിയറിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ നാഷണൽ ലെവലിൽ ഒരു അക്രഡിറ്റഡ് സെന്റർ ആണ് ആസ് എ ക്വാട്ടനറി കെയർ സെന്റർ. ക്വാട്ടനറി കെയർ സെന്റർ പറയുമ്പോൾ നമ്മളൊരു ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസിന് കെയർ ചെയ്യുന്നുണ്ട്. നമ്മളൊരു ലോവസ്റ്റ് വെയിറ്റ് ഒരു 4.5 kg ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല 25 ലിവർ ട്രാൻസ്പ്ലാന്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ റീസെന്റ് വി ഡൺ എ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഓൾസോ, ഒരു 1.5 വയസ്സ് കുഞ്ഞിന്. പിന്നെ നമുക്കൊരു ട്രാൻസ്പോർട്ട് ടീം ഉണ്ട് എപ്പോഴും. നമുക്കൊരു ഈവൻ കോൾ കിട്ടിയ ഒരു 30 മിനിറ്റ്സിൽ തന്നെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. വിത്ത് വെരി ഗുഡ് ആംബുലൻസ് സർവീസ്. വിത്തിൻ 1 hour or 2 hours we'll reach in the hospital and we'll provide the care and we will give feedback also to the referring consultant. കുട്ടികളിൽ ഉണ്ടാകുന്ന തൈറോയ്ഡ് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകൾ, പൊക്കക്കുറവിന് കാരണമായ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി, പ്യൂബർട്ടി പ്രായപൂർത്തിയാകുന്നതിലുള്ള വ്യത്യാസം, ജനനേന്ദ്രിയത്തിന് ജന്മനാ സംഭവിക്കുന്ന വ്യത്യാസം, കാൽഷ്യത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ, കുട്ടികളിൽ ഉണ്ടാകുന്ന അമിതവണ്ണവും പൊണ്ണത്തടിയും അതുകൊണ്ടുള്ള മറ്റു ബുദ്ധിമുട്ട്, കുട്ടികളിലെ ഡയബറ്റിസ്, ഇതൊക്കെ കണ്ടുപിടിക്കാനും ചികിത്സിക്കാനുമുള്ള സൗകര്യം പീഡിയാട്രിക് എൻഡോക്രൈനോളജി ക്ലിനിക്കിൽ ലഭ്യമാണ്. കുട്ടികളുടെ ഡയബറ്റിസ് ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള ഡയബറ്റിസ് എഡ്യൂക്കേറ്ററിന്റെയും നഴ്സസിന്റെയും ഡയറ്റീഷ്യന്റെയും ചികിത്സ ലഭ്യമാക്കിയിട്ടുള്ള കോംപ്രിഹെൻസീവ് ട്രീറ്റ്മെന്റ്, നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള ഇൻസുലിൻ പമ്പ് ചികിത്സ, ബ്ലഡ് ഷുഗർ തുടർച്ചയായി പരിശോധിക്കാനുള്ള കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ഡിവൈസ് ഉപയോഗിച്ചുള്ള ചികിത്സ, ഇതെല്ലാം പീഡിയാട്രിക് എൻഡോക്രൈനോളജി ക്ലിനിക്കിൽ ലഭ്യമാണ്. വളരെ കൊച്ചു കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഞങ്ങൾ ന്യൂറോ ഡെവലപ്മെന്റ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഏർലി ഇന്റർവെൻഷൻ മോഡലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നേരത്തെ തന്നെ കുട്ടികളുണ്ടാവുന്ന ഡിലേ കണ്ടുപിടിച്ച് അത് ട്രീറ്റ് ചെയ്താൽ അവർക്ക് നല്ല ഇംപ്രൂവ്മെന്റ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. കിംസൽ പീഡിയാട്രിക് എമർജൻസി മെഡിസിൻ ടീമാണ്. അപ്പോൾ പീഡിയാട്രിക് എമർജൻസി മെഡിസിനിൽ എമർജൻസി ആയിട്ട്, ആക്സിഡൻസ് ആയിട്ട്, ട്രോമ, എന്ത് അത്യാഹിത വിഭാഗത്തിലുള്ള കുട്ടികളും വരുമ്പോൾ നമ്മൾ റിസീവ് ചെയ്യുന്നതാണ് ഈ ട്രയാജ് ബേ. അപ്പോൾ ട്രയാജ് ബേയിൽ 24 മണിക്കൂറും പീഡിയാട്രിക് എമർജൻസി മെയിൻ ട്രെയിൻഡ് കൺസൾട്ടൻസ് അവൈലബിൾ ആണ്. അപ്പോൾ വന്നാലും ഒരു സീനിയർ കൺസൾട്ടന്റ്, ഒരു രജിസ്ട്രാർ ട്രെയിൻ ടീം ഉണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാ സാങ്കേതിക വിദ്യകളും അത്യാധുനിക ഉപകരണങ്ങളും ഉള്ള ഒരു എമർജൻസി മെഡിസിൻ വിഭാഗമാണ്. നമുക്ക് വെന്റിലേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ മൾട്ടി മോഡൽ ചാനൽസ്, വെന്റിലേറ്റർ, NIV എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പീഡിയാട്രിക് സർജൻസും അവൈലബിൾ ആണ് 24/7. എന്തെങ്കിലും സർജിക്കൽ എമർജൻസീസ് വന്നാലും നമ്മൾ ഇവിടെ തന്നെയാണ് അത് നോക്കുന്നത്. പീഡിയാട്രിക് എമർജൻസി മെഡിസിൻ വിഭാഗത്തിൽ അതുപോലെ തന്നെ നമുക്ക് പീഡിയാട്രിക് സർജൻസ് ഉണ്ടെന്ന് പറഞ്ഞതുപോലെ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ്, പീഡിയാട്രിക് ന്യൂറോ സർജൻ, അതായത് മസ്തിഷ്കം ഇഞ്ചുറീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, ഒരു മേജർ ആക്സിഡന്റ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അഡൽട്ട് ടീമും ഉണ്ട്. അതിനൊപ്പം തന്നെ പീഡിയാട്രിക് ന്യൂറോ ടീമുണ്ട്. ഇതിന് പീഡിയാട്രിക് കോഡ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെയുള്ള ടീമാണുള്ളത്. അതിന് നമ്മൾ ഈ ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ ക്ലിനിക്കൽ സ്കിൽസ് ആൻഡ് സിമുലേഷൻ ലാബിലാണ്. അപ്പോൾ എല്ലാ ട്രെയിനിങ്ങും നമുക്ക് കൊടുക്കാനുള്ള ഒരു ലാബുണ്ട്. ആ ലാബിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ് നമുക്കുള്ളത്.
പീഡിയാട്രിക് എമർജൻസി മെഡിസിൻ വിഭാഗത്തില് നമുക്ക് ടെലിട്രയാജ് എന്ന് പറഞ്ഞ ഒരു ഇത് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അതായത് ഈ മൊബൈൽ നമ്പർ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ വാട്സാപ്പ് കോൾ ആണ്, ഓഡിയോ ആൻഡ് വീഡിയോ. ഇപ്പൊ എന്തെങ്കിലും ഒരു എമർജൻസി വീട്ടിലോ വഴിയിലോ എവിടെയെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അപ്പൊ ഈ മൊബൈലിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന്റെ സേവനം ഉണ്ടാവുന്നതും ഒപ്പം തന്നെ ആംബുലൻസ് സർവീസസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ട്രാൻസ്പോർട്ട് ടീം പോയിട്ട് ആ ഒരു സ്ഥലത്ത് എത്തുകയും അവരെ അവിടുന്ന് കളക്ട് ചെയ്ത് തിരിച്ചിവിടെ കൊണ്ടുവരികയും ചെയ്യും. ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി നമ്മളൊരു ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പീഡിയാട്രിക് ന്യൂറോളജി വിഭാഗം, പീഡിയാട്രിക്സ് വിഭാഗം, അതേപോലെ പീഡിയാട്രിക് ICU വിഭാഗം, നഴ്സുമാരും, ഫിസിയോതെറപ്പി, ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ ഡോക്ടേഴ്സും, ഡെവലപ്മെന്റൽ പീഡിയാട്രിഷ്യൻസ് ആൻഡ് ബിഹേവിയർ പീഡിയാട്രിഷ്യൻസിനെയും കൂട്ടിയായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഞാൻ ഡോക്ടർ ഭവ്യ. നിങ്ങളുടെ കുട്ടി കഴിക്കുന്ന ആഹാരം കുട്ടിക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ തരുന്നുണ്ടോ? കുട്ടിയുടെ വളർച്ച ഏജിനനുസരിച്ച്, പ്രായത്തിനനുസരിച്ച് കൃത്യമായി ഉണ്ടോ? കുട്ടിയുടെ ആഹാര രീതികൾ കറക്റ്റ് ആണോ എന്നുള്ളത് മിക്കവാറും പേരൻസിന്റെ വളരെ വലിയൊരു കൺസേൺ. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിന്റെ ബിഗിനിങ് കുട്ടിക്കാലത്താണ് തുടങ്ങുന്നത്. അതായത് കുഞ്ഞിലെ മുതലേ ഒബേസിറ്റി ഉണ്ടാകുന്ന കുട്ടിക്ക് പിന്നീട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസസ് എല്ലാം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതെല്ലാം കൊണ്ട് തന്നെ കുട്ടികളിലെ ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികളുമായി ബന്ധപ്പെട്ട എല്ലാ അസുഖങ്ങളും അവസ്ഥകളും നേരിടാൻ നിങ്ങളെ സഹായിക്കാനായി കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലിന്റെ പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ സജ്ജമാണ്.